എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വഴിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ പിണറായിയുടെ BJP RSS ബന്ധത്തിനെ പറ്റിയാണ് ഇന്നത്തെ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് ADGP RSS നേതാക്കളെ കണ്ടതിന് അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ നിയോഗിച്ച് അതിൻ്റെ ഉത്തരവ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മറ്റേ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന കണക്കാണ് മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിനെ പറ്റി പറയാനുള്ളത്. അതായത് അതിൻ്റെ ശരീരത്ത് തന്നെ കസ്തൂരി വെച്ചുകൊണ്ടാണ് അത് കസ്തൂരി അന്വേഷിച്ച് ഈ മാനിങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം. നമ്മുടെ അൻവർ പൊട്ടിച്ചു വിട്ട ആ ഒരു ബോംബിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇത് ഇത്ര വ്യാപകമായി ഈ ആരോപണം ഉയർന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് മുഖ്യമന്ത്രിയും BJP തമ്മിൽ ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ വെളിയിൽ വരുന്നുണ്ട്. പക്ഷേ അത് ഇത്ര വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ഈ അൻവറിൻ്റെ ബോംബ് സ്ഫോടനത്തെ തുടർന്നാണ്. അപ്പോൾ അൻവർ പറഞ്ഞതിൽ കൂടാതെ ബാക്കി മിക്കവാറും പ്രതിപക്ഷ നേതാക്കളും LDFിലെ തന്നെ ഘടകകക്ഷികൾ പോലും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ബന്ധത്തിനെ പറ്റി. ഇപ്പം ഇതൊന്നും അറിയാത്ത മട്ടിൽ ഒരു ഉഡായിപ്പ് അന്വേഷണമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു ടീമിനെ പ്രത്യേകം നിയോഗിച്ചിട്ട് RSS നേതാവിനെ ADGP കണ്ടതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കാനാണ് ഇപ്പോഴത്തെ പുതിയ പദ്ധതി. നമുക്കിതിനെപ്പറ്റി ഒരു കാർട്ടൂൺ വരയ്ക്കാം. അതായത് ഇവരുടെ അന്വേഷണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഉഡായിപ്പ് അന്വേഷണങ്ങളാണ്. ഈ ഉഡായിപ്പ് അന്വേഷണത്തിൻ്റെ അവസാനത്തെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കിതിൻ്റെ ഇതിൻ്റെ വരയിലോട്ട് കിടക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വരയിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ കാർട്ടൂണിൻ്റെ റഫാണിത്. അതായത് ADGPയുടെ BJP ബന്ധത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ RSS ബന്ധത്തിനെ പറ്റിയാണ് ഇന്നത്തെ ചർച്ചകൾ മുഴുവൻ. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ, വാർത്തകളും മീഡിയാസ് എല്ലാം ഇതിൻ്റെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം തന്നെ അതിൻ്റെ ADGPയുടെ RSS നേതാവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. മനസ്സോടെയാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തതെങ്കിലും അങ്ങനെ ഒരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ യഥാർത്ഥ മൂല കാരണം എന്താണ്? ഈ RSS BJP CPM ബന്ധത്തിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കൻ തന്നെയാണ്. ഇരട്ടച്ചങ്കന് വേണ്ടിയിട്ടാണ് ഈ ADGP ഈ കളികളെല്ലാം കളിച്ചത്. എന്നിട്ട് വെറുതെ ആളുകളുടെ കണ്ണി പൊടിയിടാനായിട്ടൊരു അന്വേഷണ പ്രഹസന നാടകം ഈ സർക്കാരിൻ്റെ എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും അന്വേഷണ സംഘങ്ങളും എല്ലാം പ്രഹസനങ്ങളാണ്. മൊത്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെയും പ്രഹസനമായി മാറ്റിയവരാണ്. എല്ലാ കമ്മിറ്റി ഇത് വളച്ച് തിരിച്ച് ഓടിച്ച് വേറൊരു രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓരോ അന്വേഷണ കമ്മീഷനെയും വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ഒടുവിലത്തെ അന്വേഷണ കമ്മീഷനാണ് ഈ RSS ബന്ധം. അപ്പം യഥാർത്ഥത്തിൽ കാരണഭൂതൻ ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം ശരിക്കും BJPയുടെ തണലിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത് തന്നെ. എന്നിട്ട് ബാക്കിയുള്ളവരെ പഴിചാരി പുള്ളി അങ്ങ് തടി രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതേപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണ്. അതായത് ആത്യന്തികമായി BJP ബാന്ധവം മുഖ്യമന്ത്രി നേരിട്ടാണ്, അല്ലാണ്ട് ADGP വഴിയല്ല. അപ്പം നമുക്ക് ഈ കാർട്ടൂണിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഇദ്ദേഹത്തിൻ്റെ മൗന അനുമതി കൂടാതെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മതം ഇല്ലാതെ ഈ RSS നേതാക്കളെ DGP കണ്ടു എന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും അദ്ദേഹം അവിടെ ഇരിക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ ADGPയെ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ചോണം അത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അദ്ദേഹം അവരെ കണ്ടതും ചർച്ച നടത്തിയതും എല്ലാം. ഇപ്പം അതിന് മനുഷ്യരുടെ, അതായത് ഇവരുടെ RSS എതിരായിട്ട് പടവെഴുതാൻ തൽക്കാലം ഞങ്ങളെ ഉള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന പാർട്ടികളാണല്ലോ ഇവർ. അപ്പോൾ അതിൻ്റെ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഒരു അന്വേഷണ പ്രഹസനം ഇപ്പോൾ നടക്കുന്നത്. അതും ഈ ADGPയെ സ്ഥാനത്തു നിന്ന് മാറ്റാതെ ADGP അവിടെ വെച്ചുകൊണ്ട് ADGPയുടെ കീഴിലുള്ള ആൾക്കാരെ ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകുന്നത്.
ഇതിനകത്തൊക്കെ തന്നെ പ്രഹസനം നമുക്ക് വ്യക്തമാണ്. എന്നാലും ഇവരുടെ എല്ലാ നയങ്ങളും വെറും പ്രഹസനം മാത്രമാണ്. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു നയം തന്നെ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുക എന്നുള്ള ഒരു തത്വമാണ് പിണറായി പിന്തുടരുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൾക്കും എതിരായിട്ടുള്ള കേസുകളിൽ തടി കടാകാതിരിക്കാൻ ആരുടെ കാര്യമാണെങ്കിലും അദ്ദേഹം പിടിക്കും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് ചുമ്മാ RSSൻ്റെയും BJPയുടെയൊക്കെ ശത്രുവായിട്ട് അഭിനയിക്കുകയില്ല. അതാണ് നമ്മൾ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ആല് കിളുത്താൽ തണലാകുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ ഇത് ആലല്ല കിളുത്തിരിക്കുന്നത്, താമരയാണ് കിളുത്തിരിക്കുന്നത്. അതൊരു തണലായിട്ട് ഇദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. പക്ഷെ അത് തണലാണെന്ന് പറയാൻ അദ്ദേഹത്തിന് വൈമുഖ്യമാണ്. അദ്ദേഹം അതിനെ എതിർത്താണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് കിളുത്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കസേരയുടെ അടിയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ച് വരുന്നത്. എന്നിട്ട് പുള്ളി ADGP ഒക്കെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ച് ADGP ചീത്തയാക്കുന്നു. ഇത് ഈ പറയുന്നത് ചെളിയിൽ നിന്നാണല്ലോ താമര വിടരുന്നത്, വളരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെളിയുടെ ഒരു നാറ്റമാണ് ഇതിൻ്റെ ചുറ്റും പ്രസരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തലയിലെ ഈ താമരയും കൂടെ വരയ്ക്കാം. ഇപ്പോൾ കാർട്ടൂണിൻ്റെ ഫൈനൽ ആയിട്ടുണ്ട്. ഇതാണ് ADGP ഒന്നും അല്ല ഈ BJP ബാന്ധവത്തിൻ്റെ മൂലഹേതു. അതായത് കാരണഭൂതം തന്നെയാണ് ഈ BJP ബന്ധത്തിൻ്റെ കേന്ദ്രബിന്ദു. ഇതിൻ്റെ മറ്റേതെന്നാണ് ചില സ്ഥലങ്ങളിൽ ആലയം മുളച്ചത് അതും തണലെന്ന് പറയുന്നത് നമുക്ക് ഇദ്ദേഹം ഇതും തണലായിട്ട് കൊണ്ട് നടക്കുക. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കുറേ ഉടായിപ്പ് അന്വേഷണങ്ങൾ ഇത് പുറകെ നടത്തുന്നുണ്ടെന്നേ ഉള്ളൂ. ഇന്നത്തെ ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ സമാപിക്കുന്നു. ഈ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്ന കാർട്ടൂണിസ്റ്റ് ഹക്കു.